എല്ലാവർക്കും ഒരു വരുന്ന ഏറ്റവും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ യൂറിനകത്ത് ചിലപ്പോൾ കളറൊന്നും മാറി വരും. ഒന്ന് ഈ കളറ് മാറി ബ്ലഡിൻ്റെ കളറാണെന്ന് വരുന്നത് അത് ബ്ലഡ് തന്നെയാണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഭക്ഷണമായിരിക്കാം, മരുന്ന് കഴിച്ചതിൻ്റെ കളറിലൊരു വ്യത്യാസം കാണാം. ഉടനെ ടെൻഷൻ അടിച്ചൊരു ഡോക്ടറുടെ അടുത്ത് പോകണ്ട, അതാദ്യം ഒന്ന് നോക്കുക. ഇപ്പോൾ ഒരു ബീട്രൂട്ട് കഴിച്ചിട്ടൊന്ന് യൂറിൻ പാസ് ചെയ്താൽ കളറ് മാറാം. അപ്പോൾ അതൊക്കെ പല വ്യത്യാസങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് എന്താണ് കാരണം? ബ്ലഡ് ആയിട്ടാണ് നമ്മൾ കണ്ടെങ്കിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുക. യൂറിനിൽ ബ്ലഡ് കാണാൻ പാടില്ല. അത് കണ്ടാൽ നമ്മളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. വെള്ളം കുടിച്ച് മാറ്റാൻ നോക്കരുത്. അതിനുള്ള ബ്ലഡ് ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, വേണ്ടി വന്നാൽ CT സ്കാനോ മൂത്രക്കുഴലിനകത്ത് ചെക്ക് ചെയ്യുകയോ നമ്മൾ ചെയ്യണം. ഇത് നോക്കി കാരണം എന്തെങ്കിലും ഉണ്ടോ, വൃക്കയുടെയാണോ ട്യൂബിൻ്റെ ആണോ. അപ്പോൾ ബ്ലഡ് വരാൻ പല കാരണങ്ങളുണ്ട്. ഒരു സാധാ ഇൻഫെക്ഷൻ മതി ബ്ലഡ് വരാനായിട്ട്. പിന്നെ സ്റ്റോൺ വരാം, ട്യൂമറുകൾ വരാം, എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ വരാം. അപ്പോൾ ഈ RBC അല്ലെങ്കിൽ ഈ ബ്ലഡിൻ്റെ അംശം, അപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ കുട്ടികളായാലും മുതിർന്നവരായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്യണം. അപ്പം സാധാ ഒരു ചിലപ്പോൾ എല്ലാം നോക്കിയിട്ട് നോർമലാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാത്രം മാറേണ്ട കാര്യമുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം കണ്ടു, ഒന്ന് നോക്കി, 2ഓ 3ഓ പ്രാവശ്യം കണ്ടാൽ അതിനെക്കുറിച്ച് വേറെ ആലോചനയെ വേണ്ട. ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വിട്ടുപോകാം. മെയിൻ പ്രശ്നങ്ങൾ എവിടെയാണെന്നുള്ളത് വിട്ടുപോകുന്നത്. അപ്പോൾ ബ്ലഡ് ഇൻ യൂറിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെക്ക് ചെയ്യണം.